തുടരുക. നമുക്കൊപ്പം തിരുത്തൽ മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ എ കെ ആന്റണി ചേരുകയാണ്. ശ്രീ എ കെ ആന്റണി, നമസ്കാരം. താങ്കളുടെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് വിട പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ പി തങ്കച്ചനെ ഓർക്കുന്നത്? ദീർഘകാലം എൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പി തങ്കച്ചൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഓർമ്മയില്ലാതെ എറണാകുളത്തെ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് തലേ ദിവസം 3 ആഴ്ച മുമ്പ് ഞങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ തുടർച്ചയായി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്താണ്. എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ ടി എച്ച് പുസ്തകയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളാണ് പി തങ്കച്ചൻ. അന്നു മുതൽ എനിക്ക് അദ്ദേഹവുമായി ബന്ധമുണ്ട്. അതിനുശേഷം അദ്ദേഹം എറണാകുളത്തെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് മാറി. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നേതൃസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും എതിർചേരിയിലുള്ള ഗ്രൂപ്പുകാർക്കും എല്ലാവരും ഒരുപോലെ ആദരിച്ചിരുന്ന, ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരും ആദരിച്ചിരുന്ന നേതാവാണ് പി തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഗ്രൂപ്പിനും അതീതമായി വ്യക്തിബന്ധങ്ങൾ പവിത്രമായി കാത്തുസൂക്ഷിക്കുന്നതിൽ പി തങ്കച്ചൻ്റെ മാതൃക കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ പൊതുപ്രവർത്തകർക്കും, എല്ലാ സമുദായ നേതാക്കന്മാർക്കും എല്ലാം മാതൃകയാണ്. രാഷ്ട്രീയം വേറെ, ജാതി വേറെ, മതം വേറെ, പക്ഷേ വ്യക്തിബന്ധങ്ങൾ പവിത്രമായി കാത്തുസൂക്ഷിക്കണമെന്ന് കേരളത്തിലെ പൊതുപ്രവർത്തകരെ പഠിപ്പിച്ച ഒരു മാതൃകാ നേതാവാണ് പി തങ്കച്ചൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് പി തങ്കച്ചനെ ഒരു കാലഘട്ടത്തിലും വിസ്മരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി കേരളത്തിലൊട്ടാകെ ഓടി നടന്ന് കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്തുവാൻ, കോൺഗ്രസിലുള്ള പഠനപിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ അധ്വാനം ഒരു കാലത്തിലും കേരളത്തിലെ കോൺഗ്രസ് മറക്കില്ല. കേരളത്തിലെ UDF ഒരേ ചരടിൽ പുറത്തിണക്കുവാൻ ഒരുപക്ഷെ അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ UDF പൊട്ടിത്തെറിയില്ലാതെ UDFനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് പി തങ്കച്ചൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. കേരളത്തിലെ കർഷകർ ഒരിക്കലും മറക്കാത്ത ഒരുപാട് സംഭാവനകൾ കൃഷിമന്ത്രി നിലയിൽ അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഏറ്റെടുത്ത എല്ലാ ചുമതലകളും അർപ്പണബോധത്തോടുകൂടി ആത്മാർത്ഥമായി നിറവേറ്റിയിട്ടുള്ള തങ്കച്ചൻ കേരളത്തിലെ ഒരു മാതൃകാ ഒരു പൊതുപ്രവർത്തകനാണ്. കാരണം രാഷ്ട്രീയമുണ്ട്, കടുത്ത രാഷ്ട്രീയം, ഗ്രൂപ്പുണ്ട്, കടുത്ത ഗ്രൂപ്പ്. സമുദായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തെ വിരോധമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ച ഒരു മാതൃക പൊതുപ്രവർത്തകനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പി തങ്കച്ചൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി ശ്രീ എ കെ ആന്റണി. അങ്ങയ്ക്കൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അങ്ങയുടെ അടുത്ത സുഹൃത്തായിരുന്ന പി തങ്കച്ചന്റെ വിയോഗ വേളയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.